എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളതും, അതുപോലെ തന്നെ ആദ്യം ലഭിച്ച സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പിന്നീട് സാധിക്കുമോ എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനായിട്ട് വിദ്യാർത്ഥികളോടുള്ളത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടുക അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇങ്ങനെ പറയാൻ കാരണം, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നതല്ല. അതുപോലെ പുതിയ അപേക്ഷ നൽകുന്നതിനും ആ ഒരു ജില്ലയിലേക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ ആണ് കിട്ടിയത് അല്ലെങ്കിൽ കോഴ്സ് ആണ് കിട്ടിയതെങ്കിൽ പോലും ടെമ്പററി, അതായത് താൽക്കാലിക അഡ്മിഷൻ നേടുക. അപ്പോൾ ഈ ഒരു താൽക്കാലിക അഡ്മിഷന് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ഫീസ് നൽകേണ്ടതില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അഡ്മിഷനായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ടെമ്പററി അഡ്മിഷനായാലും പെർമനൻറ്റ് അഡ്മിഷനായാലുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ഫീസും PTA ഫണ്ട് അതുപോലെ തന്നെയുള്ളവ അടക്കേണ്ടതായിട്ട് വരും. ടെമ്പററി അഡ്മിഷനായിട്ട് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കൊടുത്ത് നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻസുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററാണ് നിങ്ങൾ ഒന്നാമതായിട്ട് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട്, നിങ്ങൾ റിസൾട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ല, ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് നോക്കിയപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ജസ്റ്റ് നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ബൈ നിങ്ങളുടെ പേര് അതുപോലെ സിഗ്നേച്ചർ ഇടുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്നില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു SSLCയുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ, അതായത് SSLCയുടെ ആ ഒരു മാർക്ക് ലിസ്റ്റ് കോപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അത് പ്രിൻ്റ് ഔട്ട് എടുത്തു തരുന്നതായിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ TC ആണ്. TC എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും TC അല്ലെങ്കിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു A4 ഷീറ്റിൽ ഒരു സീലൊക്കെ ചെയ്തുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും. അതാണ് TC എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്. കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ ഒരു TCയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും ഒറിജിനലാണ് വേണ്ടത്. അത് നിർബന്ധമായിട്ടും ഒറിജിനൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. ഇനി അടുത്തതായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് വല്ല ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ ഫോട്ടോ നിർബന്ധമൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, കാരണം അത് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് വല്ല റിസർവേഷൻ നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്, അതായത് എന്തെങ്കിലും റിസർവേഷൻ, അതായത് NCC അല്ലെങ്കിൽ SPC ഇതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ നിങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ്, അതായത് നിങ്ങൾ അപേക്ഷയിൽ എന്തെങ്കിലും റിസർവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻറ്റോ അല്ലെങ്കിൽ ടൈ ബ്രേക്കോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും എടുക്കേണ്ടതാണ്. ടൈ ബ്രേക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് LSS, USS, NMMS അതുപോലെ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും കലാകായിക മത്സരങ്ങൾ എന്നിവ പോലുള്ളവയിലൊക്കെയുള്ള നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ഒരു ടൈ ബ്രേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക്, അതായത് EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ EWS ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് yes എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഇത്രയും ഡോക്യുമെൻറ്റുകൾ മതിയാകും. അതേസമയം നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഇതിനോടൊപ്പം ഈ ഒരു അഡ്മിഷൻ ഫീസ് കൂടി വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ.
നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതുക. അതൊരു 5ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ മുകളിൽ വെച്ച ആ ഒരു കൊമേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതിയ സ്കൂളിലേക്ക് മാറാം, അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് മാറാം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ തന്നെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. ബാക്കി ഏതൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് പകരം ടെമ്പററി അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാം, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷനിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അടുത്ത സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും സെയിം സ്കൂൾ തന്നെയാണ്, സെയിം കോഴ്സ് തന്നെയാണ്, ഒരു മാറ്റമില്ല. അതായത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനും നേടാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. ടെമ്പററി ആയിട്ട് ആ ഒരു സമയത്ത് എടുക്കണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എടുക്കണോ എന്നുള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെ നോക്കാമെന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മെറിറ്റ് കോട്ടയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ ജില്ലയും നൽകാനുള്ള പേജ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നൽകുക. നൽകിയ ശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ആ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കും ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥി അവസാനത്തെ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്കും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ റാങ്കും ആ ഒരു സ്കൂളിൽ അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയുടെ റാങ്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് നൽകുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. നമ്പേഴ്സ് അല്ല, ഒരു ഇംഗ്ലീഷ് അക്ഷരം ക്യാപിറ്റൽ സ്മോൾ ഈ ഒരു രീതിയിൽ കൊടുത്തതാണ്. അപ്പോൾ അതെന്താണ്, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്പെല്ലിങ്സ് നൽകുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പേജിൽ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ള സ്കൂൾ ആയിക്കോട്ടെ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനെ തന്നെ തുടർന്ന് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.